മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയും കരുണയും വക്കീലുമായിട്ട് പ്രതാപനെ പുറത്തിറക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. ഈ സമയം SI ആണെങ്കിൽ അവർ പറയാത്തതായിട്ട് ഒന്നുമില്ല. വക്കീലിനോട് തനിക്ക് വേറെ പണിയില്ലടോ എന്നൊക്കെ മുഖത്ത് നോക്കി ചോദിക്കുന്നു. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, സാറേ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിച്ചേക്കെന്ന് പറയുമ്പോൾ എന്ത് ക്ഷമിക്കാൻ പറ്റുന്ന കുറ്റമാണോ ഈ കൊലപാതകം? നിങ്ങളുടെ പിന്നാലെ നിൽക്കുന്ന ഈ കൊച്ചുമോളുണ്ടല്ലോ, അവളെയും അറസ്റ്റ് ചെയ്ത് അകത്ത് കയറ്റേണ്ടതാണ്. പത്രവാർത്തയൊക്കെ ആയാലേ അറിയാമല്ലോ, നാറ്റ കേസാണ്. പക്ഷേ കണ്ണൻ്റെ ഒരു കരുണ കൊണ്ട് മാത്രമാണ് ഈ കൊച്ചുമോൾ ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ, അയ്യോ സാറേ, എൻ്റെ കൊച്ചുമോളെ ഒന്നും ചെയ്യരുതേ. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ കണ്ണനെയും അവൻ്റെ കൂട്ടാളികളെയും സൂക്ഷിച്ചോ. അവരുടെ മനസ്സെപ്പം മാറുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടൊരു മുൻകരുതലെടുക്കുന്നത് നല്ലതായിരിക്കുമെന്നൊക്കെ പോലീസുകാരൻ പറയുന്നു. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മോനല്ലേ സാറേ ആ മഹാലക്ഷ്മിയെ പൊന്നുപോലെ നോക്കിയത്. ഏത് മഹാലക്ഷ്മിയെ പൊന്നുപോലെ നോക്കി? ആ കുട്ടി അനുഭവിക്കാത്ത നരകയാതനകൾ ഇല്ലെന്നുള്ള ആണല്ലോ അറിഞ്ഞത്. മാത്രമല്ല പൊന്നുപോലെ നോക്കിയത് നിങ്ങളുടെ ഈ കൊച്ചുമോളെയല്ലേ. അതുകൊണ്ട് ഇങ്ങോട്ട് വലുതായിട്ട് ഡയലോഗ് അടിക്കാനും നിൽക്കേണ്ട. അപ്പോൾ സാറെന്താ പറഞ്ഞു വരുന്നത്? എൻ്റെ മോൻ രക്ഷപ്പെടില്ല എന്നാണോ? അത് ശരി, എന്നോടാണപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നത്? നിങ്ങൾ കൊണ്ടുവന്ന വക്കീലിനോട് ചോദ്യം ചോദിക്കുക, രക്ഷപ്പെടോ ഇല്ലയെന്ന് അയാൾ പറയട്ടെ. അല്ല, എനിക്ക് എൻ്റെ മോനെ ഒന്ന് കാണാൻ പറ്റുമോ? അങ്ങനെ വക്കീലും SIനോട് ചോദിക്കുന്നു. അതിനൊന്നും തടസ്സമില്ല, പോയി കണ്ടോ. പക്ഷേ ഇവിടെ നിന്ന് ഇന്ന് കൊണ്ടുപോകാമെന്ന് കരുതണ്ട. നാളെ എന്തെങ്കിലും ഭാഗ്യം നിങ്ങൾക്ക് നേരെ ഉദിക്കുകയാണെങ്കിൽ മാത്രമേ പ്രതാപനും വാമദേവനും ഇവിടെ നിന്ന് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയെയും കരുണയെയും അവിടെ നിന്ന് വിട്ടയക്കുകയാണ്. അങ്ങനെ അവരാണെങ്കിൽ സെല്ലിന് പുറത്തേക്ക് എത്തുമ്പോൾ വാമദേവനും പ്രതാപനും ഇരിക്കുന്നു. പ്രതാപനാണെങ്കിൽ നല്ല ഉറക്കമാണ്. വാമദേവൻ ഇവരെ കാണുമ്പോൾ തന്നെ പ്രതാപനെ തട്ടി വിളിക്കുന്നുണ്ട്. എടാ എഴുന്നേൽക്ക്, ഇതാ നിന്റെ ബന്ധുക്കൾ വന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. ഈ സമയം പ്രതാപൻ നോക്കുമ്പോൾ കരുണയും മുത്തശ്ശിയും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. അമ്മേ. അങ്ങനെ വക്കീലും അങ്ങോട്ട് വരുന്നുണ്ട്. വക്കീലെ എന്തായി? SIനോട് സംസാരിച്ചോ? സംസാരിച്ചു. ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? ഇന്നെന്തായാലും പറ്റില്ല, പക്ഷെ നാളെ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ ഒരു കേസാണല്ലോ നിങ്ങളെല്ലാവരും കൂടി ചെയ്തു വെച്ചിരിക്കുന്നത്. തെളിവുകൾ ശക്തമായിട്ടുള്ള കേസ് കൂടിയാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്ത് തെളിവ്? മാത്രമല്ല നാളെ കോടതിയിലേക്ക് ഇവനെ കൊണ്ടുപോകുന്ന സമയത്ത് ആ മഹാലക്ഷ്മി എന്ന തെളിവ് ഇല്ലല്ലോ. അവൾ ഹോസ്പിറ്റലല്ലേ. അമ്മേ ഇങ്ങനെ മണ്ടത്തരം പറയൽ. പോലീസുകാർ ഇതിനോടകം അവളുടെ തെളിവ് അവളുടെ മൊഴി എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും. അതൊക്കെ പണ്ടല്ലേ, ഇപ്പോൾ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയെ തിരുത്തുന്നു. എന്തായാലും നിങ്ങൾ സംസാരിക്കേ, ഞാൻ പുറത്തുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് വക്കീൽ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ വാമദേവൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു കൊച്ചേ, നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ പോരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, മോളെ എടുത്തു ചാടി ഓരോന്ന് ചെയ്തത് തെറ്റായി പോയെന്ന് ഇപ്പോൾ തോന്നുന്നില്ലേ എന്ന് പ്രതാപനും ചോദിക്കുന്നു. അച്ഛാ ശരി തന്നെയാണ്, പക്ഷെ എന്ത് ചെയ്യാനാ? ഞാൻ ചെയ്തത് എടുത്തുചാട്ടം തന്നെയാണ്. സഹിക്കാനും ഒരു പരിധിയില്ലേ? എൻ്റെ കൊച്ചേ, നിനക്കല്ലേ ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞ് വാക്ക് തന്നത്, നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തപ്പോഴൊക്കെ. അപ്പോൾ നിനക്കൊന്ന് സഹിച്ചോടെ എന്നൊക്കെ കരുണയോട് ചോദിക്കുമ്പോൾ, നീ മിണ്ടി പോവരുത്. നീ ഒറ്റൊരുത്തം കാരണം കൊണ്ടാണ് ഇപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. എൻ്റെ മോനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചിട്ട് അവൻ നല്ല പിള്ള ചമയുന്നു. മിണ്ടാതിരിക്കട്ടെ അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ വാമദേവനെതിരെ ചീറിപ്പായുന്നുണ്ട്. ഈ സമയം വാമനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ എടാ പ്രതാപ, ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്താമേ? പിന്നെ ഉണ്ണിയും ദുർഗയൊന്നും ഇതുവരെയും ഒന്നും അറിഞ്ഞിട്ടില്ല. മാത്രമല്ല മീഡിയാസിന് റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ കാര്യങ്ങൾ പബ്ലിഷ് ആയിട്ടില്ല. അത് പേടിക്കണ്ട, വൈകാതെ തന്നെ ആയിക്കോളും. നാളെ കോടതിയിലേക്ക് ഹാജരാക്കുന്ന സമയത്ത് തന്നെ അവരൊക്കെ സത്യങ്ങൾ അറിഞ്ഞോളും എന്നിങ്ങനെ വാമദേവൻ പറയുമ്പോൾ, നിന്നോട് പിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞേ. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, പിന്നെ ഉണ്ണി നമ്മുടെ വീട്ടിലേക്ക് വന്നിരുന്നു. അവനോട് മോള് കുറച്ച് മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച് അതിൻ്റെ ദേഷ്യത്തിൽ ഉണ്ണി ഇറങ്ങിപ്പോയി. എന്തായാലും അവൻ പോയതിന് ശേഷം മോൾക്ക് ചെറിയൊരു തലചുറ്റലുണ്ടായെന്ന് പറയുമ്പോൾ, എന്താ മോൾക്ക് പറ്റിയേ? അതേടാ മോളെ, ഞാൻ പെട്ടെന്ന് തന്നെ മഹാലക്ഷ്മി നോക്കുന്ന ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി, ആ എലിസബത്ത് ഡോക്ടർ. എന്നിട്ടോ എടാ, നമ്മളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ മോളുടെ വയറ്റിൽ ചെറിയൊരു അനക്കമുണ്ടെന്നേ. എന്ത് അനക്കോ? എന്താടാ നിനക്കൊന്നും മനസ്സിലാവുന്നില്ലേ? മോളുടെ വയറ്റിലെ ഒരു ജീവൻ്റെ തുടിപ്പ് വന്നു കഴിഞ്ഞെന്ന്. വീണ്ടും മോള് അമ്മയാകാൻ പോകുന്നു. ഇത് കേട്ട് പ്രതാപനാണെങ്കിൽ ഒത്തിരി സന്തോഷമാവുകയാണ്. മോളെ സത്യമാണോ? അതെ അതെ അച്ഛാ, എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട, ഞാൻ കളയാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ, അയ്യോ മോളെ ഇങ്ങനെയൊന്നും പറയല്ലേ. നോക്ക്, അച്ഛനിത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. മോളിത് ഒരു കാരണവശാലും കളയാനായിട്ടുള്ള മനോഭാവമൊന്നും ഉണ്ടാകരുതെന്നൊക്കെ പറയുമ്പോൾ കരുണയാണെങ്കിൽ ആകെ തകർന്നു പോവുകയാണ്. എടാ പ്രതാപ, എല്ലാം കൂടി വന്നപ്പോൾ ഒരുമിച്ച് വന്നു. എന്തായാലും പേടിക്കേണ്ട, നാളെ കോടതിയിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കാമെന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നീ എന്തായാലും ധൈര്യത്തോടെ ഇരിക്കുക. പിന്നെ നമ്മുടെ സൈഡിലുള്ള ഈ വക്കീൽ എത്രത്തോളം സ്ട്രോങ് ആയിരിക്കുമെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ, അത് പിന്നെ അമ്മേ കണ്ണനും
അതുപോലെ അനന്തുവിനെക്കുറിച്ച് അറിയാലോ, അവർ രണ്ടുപേരും അതിബുദ്ധിമാന്മാരാണ്. അതുകൊണ്ട് അവർ തന്നെയായിരിക്കും കോടതിയിലേക്ക് വാദിക്കാനായിട്ട് വരിക. എന്തായാലും ഇവിടെ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോലീസുകാർ വന്നിട്ട് പെരുമാറുന്നുണ്ടെന്നൊക്കെ വാമനും പ്രതാപനും പറയുന്നു. ആ എന്തായാലും ഇവിടെ ഇവിടെ ഇരുന്ന് അടി കൊള്ളുന്നതിനേക്കാൾ നല്ലത് നാളെ കോടതിയിൽ ചെന്ന് നേരെ ജയിലിലേക്ക് പോകുന്നതായിരിക്കും. അതാകുമ്പോൾ ഈ മർദ്ദനം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ വാമദേവൻ പറയുമ്പോൾ, ഒന്ന് വെച്ച് നോക്കിയാലേ നമുക്ക് ഇവിടെ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്തത് തന്നെയാണ് നല്ലത്. കാരണം പുറത്തിറങ്ങിയാലും ആ മാർക്കോയും ലോപ്പസൊക്കെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പ്രതാപനും തിരിച്ചു പറയുകയാണ്. ആ അത് ശരിയാടാ, അവരെ സൂക്ഷിക്കണം. എന്തായാലും ഞങ്ങൾ പോയിട്ട് നാളെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പ്രതാപൻ്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. മോളെ, കുഞ്ഞിനെ കളയേണ്ട കാര്യങ്ങളൊന്നും ആലോചിക്കരുത്, ശരീരം നോക്കണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ അവിടെ നിന്നും വിട്ടയക്കുകയാണ്. പിന്നീട് എന്നാലും നിന്റെ മോൾക്ക് കുറച്ച് അടങ്ങി ഒതുങ്ങി ഇരിക്കാമെന്നൊക്കെ വാമദേവൻ പറയുമ്പോൾ, ദേ മിണ്ടിപ്പോവരുത്. എടാ പ്രതാപ, ഇതൊക്കെ അടുത്ത മാസം കർക്കിടകല്ലേ, അതിൻ്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളാണെന്നൊക്കെ പറയുമ്പോൾ, അതെ, താനെന്ന കർക്കിടകം എപ്പോൾ എൻ്റെ പുറകിൽ കൂടിയോ അന്ന് മുതൽ തുടങ്ങിയതാ എൻ്റെ പിന്നാലെ ശനി കൂടിയിട്ട്. ഇപ്പോൾ അതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് കരുണയും മുത്തശ്ശിയും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വക്കീലാണെങ്കിൽ കേസ് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു കൊണ്ടിരിക്കുകയാണ്. വക്കീലെ, എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ പ്രതാപൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൊലപാതകമാണ്, കൃത്യമായിട്ടുള്ള സാക്ഷികളില്ല. സാക്ഷി എന്ന് പറയുന്നത് ആ മഹാലക്ഷ്മി മാത്രമാണ്. പിന്നെ വാമദേവൻ കൊട്ടേഷൻ കൊടുത്തു എന്ന് പ്രതാപനല്ലാതെ മൂന്നാമതൊരാൾക്ക് അറിയില്ല സാക്ഷിയിൽ. പക്ഷെ പ്രതാപൻ കുടുങ്ങും. കാരണം ആക്സിഡൻറ്റ് നടന്നിട്ട് അവിടെ തന്നെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്, ഇറങ്ങി നോക്കിയില്ല. അതൊക്കെ തന്നെ ഇതിൽ വലിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ കുറച്ച് ക്യാഷ് ചിലവാകും, മുൻകരുതലായിട്ട് അതൊക്കെ സ്വരുക്കൂട്ടി വെക്കണമെന്നൊക്കെ പറയുമ്പോൾ വക്കീലെ, എത്ര വേണമെങ്കിലും തരാം, മോളിപ്പോൾ തന്നെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, പക്ഷെ എൻ്റെ മോനെ ഇറക്കണമെന്നൊക്കെ പറയണം. കൊലക്കുറ്റം തെളിഞ്ഞാലും ജാമ്യം കിട്ടാൻ വകുപ്പുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട. എന്തായാലും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് നടക്കേണ്ടി വരും, അതിനൊക്കെ ക്യാഷ് ചിലവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വക്കീൽ അവിടെ നിന്ന് പോകുന്നു. ദേ ആ പോയവനെ കാശ് മാത്രം മതിയെന്നൊക്കെ കരുണയോട് മുത്തശ്ശി പറയുമ്പോൾ, മുത്തശ്ശി അതെല്ലാ വക്കീലന്മാർ വെച്ചാലും അങ്ങനെ തന്നെയാണെന്ന് കരുണ തിരിച്ചു പറയുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, നമ്മുടെ കാര്യമല്ലേ എന്ന് പറഞ്ഞ് വാ മോളെ, വീട്ടിലേക്ക് പോകാം. പിന്നെ മോളെ എന്തായാലും ആ കണ്ണൻ ശിക്ഷിക്കില്ല എന്ന് തോന്നുന്നത്. കാരണം എന്തൊക്കെ പറഞ്ഞാലും നീ ആ മോഹിനിയുടെ കുഞ്ഞല്ലേ, അവളുടെ വയറ്റിൽ ജനിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ അവളൊരു പക്ഷേ കണ്ണനോട് റിക്വസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് നിന്നെ ഒന്നും ചെയ്യണ്ട എന്ന്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല മുത്തശ്ശി, അവരാദ്യമായിട്ട് എൻ്റെ കർണ തടിച്ചു, അവർ ഉറപ്പായിട്ടും എനിക്ക് വേണ്ടി സംസാരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ, നമുക്ക് നോക്കാം, നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ അനന്തു ആണെങ്കിൽ റെഡിയായിട്ട് താഴേക്ക് വരികയാണ്. ഈ സമയം ലേഖയും റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ലേഖയെ, നീ ഹോസ്പിറ്റലിലേക്ക് പോവല്ലേ? അതെ അനന്തുവേട്ടാ, മഹിയുടെ കണ്ടീഷൻ വളരെ മോശമാണെന്നാണ് വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഡോക്ടർമാരും കൂടിയും കൈവിട്ട് പതറി നിൽക്കുന്ന അവസ്ഥയാണെന്നൊക്കെ പറയുമ്പോൾ അറിയാം. മഞ്ജു എന്തായാലും ഇപ്പോൾ ഇങ്ങോട്ട് വരും, എനിക്ക് മഞ്ജുവും മൊത്ത് ക്ഷേത്രത്തിലേക്ക് പോകണം, കുറച്ച് വഴിപാടും മറ്റും ചെയ്യാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ, ശരി, അതൊക്കെ കൃത്യമായിട്ട് ചെയ്യും. ഞാനും കണ്ണനും ഇന്നത്തെ ദിവസം വളരെ തിരക്കിലായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, ആ പ്രതാപനും വാമദേവനും ഒരു കാരണവശാലും ജാമ്യം കിട്ടരുത്. അവർ ജാമ്യം കിട്ടാതെ വട്ടം തിരിയണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നീക്കം ചെയ്യുന്നുണ്ട്. നാളെ അവർ കോടതിയിലേക്ക് എത്തുകയാണെങ്കിൽ കുറ്റസമ്മതം നടത്തിയത് നിഷേധിക്കാൻ ചാൻസ് ഉണ്ട്. അത് സാധിക്കുമോ അനന്തുവേട്ട? സാധിക്കും. അവിടെ വെച്ച് കോടതി സംശയാസ്പദത്തിൽ അവരെ വെറുതെ വിടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ജാമ്യത്തിൽ വിടാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും ജാമ്യത്തിൽ അവർ പുറത്തേക്ക് ഇറങ്ങരുത്, അഹങ്കാരം കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് ഏത് വിധേനയും കുരുക്കണം. കണ്ണൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ ജീവനാണ്. അദ്ദേഹം മരിച്ചത് മുതൽ അദ്ദേഹത്തിൻ്റെ സാമീപ്യം കണ്ണനിലുണ്ടെന്ന് എപ്പോഴും അവൻ പറയും. അത് സത്യമാണ്. അതുകൊണ്ടായിരിക്കണം മരിച്ച കണ്ണൻ്റെ അച്ഛൻ പ്രതാപന്റെ ദേഹത്ത് കയറിയതും അവൻ്റെ സമനില തെറ്റിയതും ഈ കേസ് ഇവിടം വരെ കൊണ്ടെത്തിച്ചതൊക്കെ തന്നെ. പക്ഷെ അതിനിടയിൽ നഷ്ടം സംഭവിച്ചത് മഹിക്കും കണ്ണനുമാണ്. മഹിയുടെ കുഞ്ഞ്, അതിന് ഒരാപത്തും സംഭവിക്കില്ല, ഉറപ്പാണെന്നൊക്കെ പറഞ്ഞ് ലേഖയെ സമാധാനിപ്പിക്കുകയാണ് അനന്തു. എന്തായാലും നീ ചെല്ലാൻ നോക്ക്, ഞാനും കണ്ണനും കുറച്ച് കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. പിന്നീട് കരുണയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അവിടേക്ക് മുത്തശ്ശി വരുന്നുണ്ട്. മോളെ, നീ എന്താ ഒന്നും കഴിക്കാതെ? എനിക്കൊന്നും വേണ്ട മുത്തശ്ശി. ദേ അങ്ങനെ പറയരുത്, വയറ്റിനകത്തെ ഒരു കുഞ്ഞുള്ളതാ, അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിക്കണം. നീ വന്നേ. മുത്തശ്ശി, എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട, ഈ കുഞ്ഞിനെ കളയാം. മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്? വീണ്ടും വീണ്ടും അത് തന്നെ പറയല്ലേ. ഈ കുഞ്ഞിനെ നീ എന്തിനാ കളയുന്നത്? അതൊന്നും ശരിയാവില്ല. പിന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, കുഞ്ഞു വയറ്റിലുണ്ടെന്നുള്ള സത്യം ഉണ്ണിയും ആ ദുർഗയൊക്കെ അറിയുകയാണെങ്കിലേ ഈ സത്യങ്ങൾ അറിഞ്ഞാലും അവർ മോളെ തിരിച്ചു വിളിക്കാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവർ സത്യങ്ങൾ അറിഞ്ഞാൽ എന്നെ തള്ളിക്കളയാനാ കൂടുതലും ചാൻസ്. നാളെ കോടതിയിലേക്ക് അച്ഛൻ പോയി കഴിഞ്ഞാൽ എന്തായാലും അവർ അന്വേഷിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ കേസ് ഉണ്ടായതെന്നൊക്കെ. അപ്പോൾ പിന്നെ സത്യങ്ങൾ അറിയുമ്പോൾ ഉണ്ണിയേട്ടൻ
ഈ കുഞ്ഞിനെ പോലും വേണ്ടെന്ന് വെക്കുമെന്നൊക്കെ പറയുമ്പോൾ ഏയ് 2 കാശ് കാണിച്ചാലേ അവൻ പുറകെ വരുന്ന കൂട്ടത്തിലാണ്. പിന്നെയാണോ അവൻ്റെ അച്ഛനെ കൊന്ന കേസ്? അതൊക്കെ മോള് വിട്ടേക്ക്. കുഞ്ഞിനെ കളയേണ്ട കാര്യം ഒരിക്കലും ചിന്തിക്കേണ്ട. മുത്തശ്ശി അങ്ങനെയല്ല, അച്ഛനില്ലാത്ത കുഞ്ഞിനെ വളർത്തേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ ഇല്ലെന്നേ, മോൾക്ക് അച്ഛനെയും മുത്തശ്ശിയെയും വിശ്വാസമില്ലേ? അതുകൊണ്ട് വിശ്വസിക്ക്, കുഞ്ഞിനെ എന്തായാലും കളയരുത്. ഇത് ദൈവം അനുഗ്രഹിച്ച് തന്നതാണ്. അതുകൊണ്ട് മോൾ ഇതിനെ പ്രസവിക്കുക തന്നെ വേണം. മുത്തശ്ശി പറയുന്നത് പോലെയല്ല, അയാൾക്ക് കുഞ്ഞിനേക്കാൾ വലുതാണ് പൈസ. പൈസ ചിലവാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹോസ്പിറ്റലും മറ്റു ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഒരുപാട് ക്യാഷ് ചിലവുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഏയ് ഇങ്ങനെ ഒരുത്തനെയാണല്ലോ എൻ്റെ മോളുടെ തലയിൽ കെട്ടിവെച്ചത് എല്ലാവരും ചേർന്ന്, ഞാനടക്കം അതിലുണ്ടല്ലോ. എനിക്ക് തന്നെ എന്നോട് പുച്ഛം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ വിഷമം പറയുകയാണ്. അതുകൊണ്ടാണ് മുത്തശ്ശി ഞാൻ പറയുന്നത് ഈ കുഞ്ഞ് വേണ്ട എന്ന്. മോള് വിഷമിക്കാതിരിക്കും. അല്ല മുത്തശ്ശി, കേസും കാര്യങ്ങളും കൂട്ടങ്ങളൊക്കെ ആവുമ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ള സമ്പാദ്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ പിന്നാലെ പോകില്ലേ? അപ്പോൾ പിന്നെ എവിടെന്നാ നമ്മൾ ഈ കുഞ്ഞിനെ വളർത്താനുള്ള ക്യാഷ് ഉണ്ടാക്കുക? എന്തായാലും ഉണ്ണിയേട്ടനെ വിശ്വസിക്കാൻ പറ്റില്ല. അയാൾ ഉറപ്പായിട്ടും ഞങ്ങളെ തള്ളിക്കളയുമെന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ തന്നെ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ മുത്തശ്ശിക്കും കുറച്ച് സമ്പാദ്യം ഉണ്ടല്ലോ മോളെ. സ്വർണത്തിനൊക്കെ ഇപ്പം എന്താ വില? മുത്തശ്ശിക്ക് ഒരുപാട് സ്വർണ്ണമുണ്ട്. അതൊക്കെ വിറ്റിട്ടാണെങ്കിലും മോളുടെ ജീവിതം മുത്തശ്ശി സേഫ് ആക്കിയിരിക്കും, പേടിക്കണ്ട. പിന്നെ നാളെ പ്രതാപൻ ജാമ്യത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്ക്. ആ കണ്ണനും അനന്തവും സ്ട്രോങ് ആയി നിന്നാൽ ആകെ പേടിയാകുന്നുണ്ട്. എന്തായാലും മോള് മറ്റൊന്നും ചിന്തിക്കണ്ട. കുഞ്ഞിനെ കളയേണ്ട കാര്യം ചിന്തിക്കാതെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ നോക്ക്. അല്ല മുത്തശ്ശി, ഈ മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? മഹാലക്ഷ്മിക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ മഹാലക്ഷ്മിയുടെ കുഞ്ഞ് ഉറപ്പായിട്ടും പോയി കാണും. ആ ദേഷ്യത്തിലാണല്ലോ പ്രതാപനെ ആ കണ്ണൻ ജയിലിനകത്തേക്ക് ആക്കിയത്. അതുകൊണ്ടേ അവളുടെ കുഞ്ഞ് പോട്ടെ മോളെ. മോൾക്ക് ഒരു കുഞ്ഞുണ്ടാവണം. ആദ്യം തന്നെ മോള് പ്രസവിക്കണം. അതാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിച്ചത്. അതുകൊണ്ടേ മോൾ അതേക്കുറിച്ച് ആലോചിച്ചൊന്നും വിഷമിക്കേണ്ട. പിന്നെ അച്ഛൻ ഉറപ്പായിട്ടും പുറത്തേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് കരുണയെ സമാധാനിപ്പിക്കണം. എന്തൊക്കെ പറഞ്ഞിട്ടും കരുണയ്ക്കാണെങ്കിൽ അങ്ങോട്ട് തലയ്ക്ക് കയറുന്നില്ല. അവൾക്കാണെങ്കിൽ ആകെ സംശയങ്ങളാണുള്ളത്. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.